നമ്മുടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവേൻ്റെ എത്രമാത്രം പുഴുക്കളുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഒരുപാട് പുഴുക്കളുണ്ട്. നമുക്ക് ഇതെല്ലാം വേർതിരിച്ചെടുക്കാം. ഞാനിത് ചെയ്തിരിക്കുന്നത് ഒരു ഡ്രൈ ആയിട്ടുള്ള അവസ്ഥയിലാണ്. അധികം കൂടുതലായിട്ട് അതിനൊരു വാട്ടർ കൺസിസ്റ്റൻസി ഇല്ലാതെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വേസ്റ്റിൻ്റെ കൂടെ ചകിരിച്ചോറ്, ഉണങ്ങിയ ചകിരിച്ചോറ് ആഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് സ്മെല്ലില്ല. ഇതൊരു പൗഡർ പോലെയാണുള്ളത് ഇതിൻ്റെ വേസ്റ്റുകളൊക്കെ. അപ്പോൾ ഇതിൽ കൂടുതൽ പുഴുക്കളുണ്ട്. അത് ഞാൻ എൻ്റെ ഒരു ഡസ്റ്റ്ബിൻ വേറെയുള്ള ഈ പഞ്ചായത്തിൻ്റെ കൊടുക്കുന്ന മണ്ണിര കമ്പോസ്റ്റിൻ്റെ റിംഗ് കമ്പോസ്റ്റിൻ്റെ അതിൻ്റെ അകത്തുനിന്ന് പുഴുക്കളെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. പുഴുക്കളെന്ന് പറഞ്ഞാൽ ചെറിയ പുഴുക്കൾ, ഇപ്പോൾ ഒരു എഗ്ഗ് വിരിഞ്ഞ പാടെയുള്ള ചെറിയ പുഴുക്കൾ. അപ്പോൾ അത് ഇനി വേസ്റ്റിൻ്റെ അകത്ത് ഈ മുട്ട വിരിഞ്ഞ പാട് ഇങ്ങനെ കൂടുതലായിട്ട് കുറേ ചെറിയ പുഴുക്കളെ കാണാൻ പറ്റും. അപ്പോൾ അത് എന്തെങ്കിലും ചെറിയ സ്പൂൺ പോലെ എന്തെങ്കിലും എടുത്തിട്ട് അതിനവിടെ എടുത്തിട്ട് ഇതിൽ കൊണ്ടുപോയിടും, ഈ ഒരു ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിടുക. അങ്ങനെയാണ് ഇതിൽ കൂടുതൽ പുഴുക്കളുണ്ടായത്. അങ്ങനെ കൂടുതൽ പുഴുക്കളുള്ളത് കൊണ്ട് തന്നെ വേസ്റ്റുകൾ പെട്ടെന്ന് എത്ര വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് അത് തീർത്ത് കഴിയും. ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാ വേസ്റ്റുകളും കാര്യമാകുമായിരുന്നു. പുഴുക്കൾ എപ്പോഴും അടിഭാഗത്തായിരിക്കും ഉണ്ടാവുക. ബാസ്ക്കറ്റിൻ്റെ അടിഭാഗത്ത് കൂട്ടമായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിങ്ങനെ അടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെയുള്ള ഇതിൻ്റെ വേസ്റ്റുകളെല്ലാം അത് തന്നെ സെപ്പറേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കിതിനെ കളക്ട് ചെയ്യാൻ നല്ല എളുപ്പമുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് എടുത്ത് അതിലേക്ക് തന്നെ വേഗം ഇടാൻ പറ്റും. ഈ പൊടിമണ്ണായതുകൊണ്ട് തന്നെ പൊടി പോലെയുള്ള വേസ്റ്റ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് മുകളിലെല്ലാം പെട്ടെന്ന് തന്നെ അടിയിലേക്ക് എത്തും. നമ്മൾ ഈ വേസ്റ്റ് വെള്ളം പോലെയുള്ള വേസ്റ്റ് ആകുമ്പോഴാണ് ഈ നാറ്റവും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് വേസ്റ്റ് ഇപ്പോൾ ഒരു ഭാഗത്ത് ഈ ഭാഗത്ത് ഇപ്പോൾ കൂട്ടിയിട്ടല്ലോ, ഈ സൈഡിൽ നിന്ന് ഇപ്പം ഈ മുകളിലത്തെ ഭാഗമെല്ലാം വേസ്റ്റ് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അടിയിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ പറ്റും പുഴുക്കളെ. അപ്പം നമുക്കത് വാരിയിട്ട് ഇതിലേക്ക് ഈ കപ്പിലേക്ക് ഇടുന്നത് ഇനിയിപ്പം മുകൾ ഭാഗത്ത് പുഴുക്കളെല്ലാം അടിയിലേക്ക് പോയി, അപ്പോൾ വേസ്റ്റ് മാത്രം മുകളിലുണ്ടാവും. അപ്പം നമുക്കത് ആ വേസ്റ്റും ആ കപ്പിൻ്റെ അകത്തുനിന്ന് മേലെ നിങ്ങൾ എടുത്ത് അത് ഇങ്ങോട്ടേക്ക് കളഞ്ഞാൽ മതി. എനിക്കൊന്ന് ഒരു 85-90% പുഴുക്കളെ നമുക്ക് ഇങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് മുകളിൽ വരുന്ന വേസ്റ്റ് ആദ്യം എടുത്തും കളഞ്ഞാൽ ക്ലിയറായി. ഇനിയുള്ളത് ബാലൻസ് ഉള്ളത് അവരിങ്ങനെ മെല്ലെ പൊക്കി മുകളിലേക്ക് എത്തിക്കും. ഇങ്ങനെ വേസ്റ്റ് മാറ്റിയപ്പോൾ അടിഭാഗത്താണ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നല്ല വേസ്റ്റ് കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അടിയിൽ മുഴുവനും പുഴുക്കളായിരിക്കും. അപ്പോൾ ആ പുഴുക്കളെ പെട്ടെന്ന് തന്നെ നമുക്ക് വാരി അതിലേക്ക് ഇടാം. ഇതിലിപ്പോൾ 1 ലിറ്ററിൻ്റെ കപ്പ് നിറഞ്ഞ്. ഇതിൽ ശരിക്കും ഒരുപാട് ഞാൻ ഇന്നലെ 1 ലിറ്ററിൻ്റെ കപ്പിൽ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പിന്നെ ഫുള്ളായിട്ട് എടുക്കാൻ കാരണം, അപ്പോൾ ഇന്നലെ രാത്രിയിൽ കുറേ പുഴുക്കൾ ഇതിൻ്റെ വേസ്റ്റ് കുറവായതുകൊണ്ട്
വേസ്റ്റ് ഇതിനിട്ട് കൊടുക്കുന്ന കുറവുകൊണ്ട് പുഴുക്കൾ കൂടുതലും ആയതുകൊണ്ട് ഇത് പുറത്തേക്ക് പോകുന്ന കണ്ടായിരുന്നു രാത്രി. അതാണ് ഇന്ന് പിന്നെ ഇതെല്ലാം കാലിയാക്കാന്ന് കരുതിയത്. ഇതിൻ്റെ വേസ്റ്റൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് ബോട്ടിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു 3-4 ദിവസത്തേക്ക് ബോട്ടിലങ്ങനെ നിന്നോളും, ചത്തുപോകുന്നില്ല. അങ്ങനെ ഒരു ഭക്ഷണമൊന്നും വേണ്ട അതിന്. 2-3 ദിവസത്തേക്കും അതൊരു വിഷയമല്ല. 2 ദിവസത്തിനുള്ളിൽ അത് നമ്മൾ മീനിനൊക്കെ കൊടുത്തിട്ട് തീർക്കും. ഇതുപോലുള്ള അരിപ്പ് വെച്ചിട്ടാണ് അരിച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്യുന്നത്. പുഴുക്കളൊന്നും പോകില്ല. അതിൻ്റെ വേസ്റ്റ് വെള്ളം മാത്രം താഴേക്ക് പോകും. ആ സ്ലറി നമ്മൾ അതിൽ ശേഖരിക്കും. താഴെയുള്ള ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ അതിൻ്റെ വേസ്റ്റ് വരുന്ന വെള്ളം ശേഖരിക്കും. അത് വാഴക്കെല്ലാം ഒഴിച്ചു കൊടുക്കുക. പുഴുക്കളങ്ങളെ ബോട്ടിലാക്കി വെക്കുമ്പം വലിപ്പമുള്ള ബോട്ടിലെടുക്കുന്നതാണ് നല്ലത്. പിന്നെ അതിൻ്റെ അടപ്പിന് ദ്വാരങ്ങളിടുന്നത് നല്ലതാണ്. ദ്വാരങ്ങളിടണം, ഇട്ടില്ലെങ്കിൽ അത് ഒരു കുമിർച്ച പോലെയായിട്ട് അത് ചത്തുപോകാൻ സാധ്യതയുണ്ട്. ഒരു സ്മെല്ലും വരും. പിന്നെ ഇത് കൂടുതൽ നന്നായി ഡ്രൈ ആയതിനു ശേഷം കുപ്പിയിലാക്കുന്നതാണ് നല്ലത്. ഇത് നമ്മൾ ഉപയോഗിച്ച് അത് കഴുകി വൃത്തിയാക്കിയത് ഉള്ള സ്ലറി വെള്ളമാണ്. സ്ലറി വാഴക്കെല്ലാം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വീഡിയോ എടുക്കുന്നതും ഇതൊക്കെ ചെയ്യുന്നത് ഒരാളായതുകൊണ്ട് അതിൻ്റെ പോരായ്മകളുണ്ടാകും. ഈ ലാർവയെ വളർത്താനും വേർതിരിച്ചെടുക്കാനും ഈ ഒരു മാർഗമാണ് ഒരെളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.